പ്രിയപ്പെട്ടവരെ, 2026 ജനുവരി മാസം 1-ാം തീയതി തൊട്ട് 2026 ഡിസംബർ മാസം 31-ാം തീയതി വരെ ചിത്തിര നക്ഷത്രക്കാർക്ക് എപ്രകാരമായിരിക്കും എന്നുള്ളതിനെക്കുറിച്ചുള്ള ഒരു വീഡിയോ ആണിത്. ആരോഗ്യപരമായിട്ടും കുടുംബപരമായിട്ടും ധനപരമായിട്ടും തൊഴിൽപരമായിട്ടും വിദ്യാഭ്യാസപരമായിട്ടും എപ്രകാരമായിരിക്കും ഈ ഒരു വർഷക്കാലം, ഗുണങ്ങൾ വർദ്ധിച്ചു വരുവാൻ എന്ത് ചെയ്യണം, ദോഷങ്ങൾ മാറ്റിയെടുക്കുവാൻ ചെയ്യേണ്ടുന്ന ദൈവിക പദ്ധതികൾ എന്തൊക്കെയാണ്, ഈ വർഷത്തിൽ ഉണ്ടായേക്കാവുന്ന നേട്ടങ്ങൾ അത് എങ്ങനെ കരഗതമാകും, ഇതിനെക്കുറിച്ചുള്ള വിശദമായിട്ടുള്ള കാര്യങ്ങൾ ഈ വീഡിയോയിലുണ്ട്. അങ്ങനെ നമുക്ക് 2026 ഒന്ന് പ്ലാൻ ചെയ്യാൻ കഴിയും. നമ്മുടെ മുൻകൂട്ടി ഭാവിയിൽ ഉണ്ടാകുന്ന കാര്യങ്ങളെ മനസ്സിലാക്കുന്നതോടുകൂടി നമുക്ക് കൃത്യമായ ഒരു വീക്ഷണം കിട്ടും. അപ്പോൾ അതിനനുസരിച്ച് മുന്നോട്ട് പോകുമ്പോൾ ജീവിതഗതിയിൽ ഗുണപരമായിട്ടുള്ള മാറ്റങ്ങൾ വരുത്താനും സാധിക്കുന്നതാണ്. നമസ്കാരം, ഞാൻ RJ ഹരിചന്ദ്ര മഠം. ഹൈന്ദവ ആചാര സംബന്ധമായ ജ്യോതിഷ മോട്ടിവേഷൻ സംബന്ധമായ കാര്യങ്ങൾ പറഞ്ഞിരുന്ന ഒരു വാട്സപ്പ് ചാനൽ നമുക്കുണ്ട്. ഇതിൻ്റെ കീഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും കമൻറ്റ് ബോക്സിലും അതിൻ്റെ ലിങ്ക് കൊടുത്തിട്ടുണ്ട്. അതിലൂടെ ചാനലിൽ ജോയിൻ ചെയ്താൽ നിങ്ങളുടെ പിറന്നാളിന്, നിങ്ങളുടെ കുടുംബ അംഗങ്ങളുടെ പിറന്നാളിന് സൗജന്യമായിട്ട് പുഷ്പാഞ്ജലികൾ, അർച്ചനകൾ ഇവയൊക്കെ നടത്തി കിട്ടുന്നതിനോടൊപ്പം ഒട്ടേറെ അറിവുകൾ നിത്യവും രാവിലെ നിങ്ങളുടെ മൊബൈൽ ഫോണിലൂടെ നിങ്ങൾക്ക് ലഭ്യമാവുകയും ചെയ്യും. ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്നവർക്ക് ഇതിൻ്റെ കീഴെ കമൻറ്റ് ബോക്സിൽ നിങ്ങളുടെ പേര്, നിങ്ങളുടെ വയസ്സ്, നിങ്ങളുടെ നക്ഷത്രം ഇവ രേഖപ്പെടുത്തിയാൽ ഇവിടെ നടക്കുന്ന വിശേഷമായിട്ടുള്ള പൂജാ പ്രാർത്ഥനകളിൽ നിങ്ങളെ കൂടി ഉൾക്കൊള്ളിക്കുന്നതാണ്. ഒരു മാസത്തേക്കായിരിക്കും ഇപ്രകാരം ചെയ്യുക. കൂടുതലായിട്ട് വേണമെന്നുള്ളവർ ഇതിൽ ഇനി തൊട്ട് അപ്ലോഡ് ചെയ്യുന്ന എല്ലാ വീഡിയോകളുടെ കീഴെയും നിങ്ങളുടെ ഡീറ്റെയിൽസ് ഇപ്രകാരം കൊടുത്താൽ മതി. അഡ്മിൻ അത് നോട്ട് ചെയ്ത് എന്നെ ഏൽപ്പിക്കുന്നതാണ്. അതിനായിട്ട് ഇതുവരെയ്ക്ക് ഈ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ അത് ചെയ്യാനും ഒപ്പം തന്നെ ഈ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുവാനും താല്പര്യപ്പെടുന്നു. എങ്കിൽ മാത്രമായിരിക്കുമല്ലോ നോട്ടിഫിക്കേഷനായിട്ട്, റെക്കമെൻഡേഷനായിട്ടും നിങ്ങൾക്ക് ഇതിലെ വീഡിയോകളെ കുറിച്ച് അറിയാൻ കഴിയുക. അപ്പോൾ നമുക്ക് 2026 ചിത്തിര നക്ഷത്രക്കാരുടെ പൊതുഫലത്തിലേക്ക് വരാം. 2026 വർഷം ചിത്തിര നക്ഷത്രക്കാരെ സംബന്ധിച്ചിടത്തോളം ഗുണാധിക്യം കൂടുതലുള്ളതാണ്. സമൂഹത്തിൽ മേൽക്കോയ്മകൾ കിട്ടാനും സാമ്പത്തികപരമായിട്ടുണ്ടായിരുന്ന അസ്ഥിരത്വങ്ങൾ മാറ്റിയെടുക്കാനും കഴിയുന്നതാണ്. ജോലിയിൽ പുതിയ ദിശാബോധം കൈവരിക്കാൻ കഴിയുന്നതാണ്. ഉറ്റവരുമായി ചേർന്ന് ചില പുതിയ പദ്ധതികൾ ആസൂത്രണം ചെയ്ത് അതിലൂടെ നേട്ടം ഉണ്ടാക്കാൻ കഴിയുന്നതാണ്. വസ്തു വാങ്ങാനും വിൽക്കാനും യോഗമുണ്ട്. കുറെ കാലമായിട്ട് കെട്ടിക്കിടന്നിരുന്ന ചില കേസ് വഴക്കുകളിൽ തീരുമാനം ഉണ്ടായി വരുന്ന ഒരു കാലഘട്ടവും കൂടിയാണ്. നമുക്ക് ധനപരമായിട്ടുള്ള കാര്യത്തിലേക്ക് ചിന്തിക്കുമ്പോൾ ധനപരമായിട്ട് കാലം മധ്യമാവസ്ഥയിലാണ് കാണപ്പെടുന്നത്. അതായത് മുൻകാലത്ത് നിങ്ങൾ വരുത്തിവെച്ച കടബാധ്യതകൾ പൂർണ്ണമായിട്ട് നീങ്ങുന്ന ഒരു കാലാവസ്ഥ ഇല്ലെങ്കിലും ആ കടഭാരത്തിന്റെ അളവ് കുറച്ചു കൊണ്ടുവരാൻ കഴിയുന്നതാണ്. എന്നാൽ ഈ വർഷക്കാലം പുതിയ പ്രവർത്തനങ്ങളിലൂടെ ധനമേന്മ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. പക്ഷെ ദൂർത്ത് കൂടുതലുള്ള ഒരു കാലയളവായിരിക്കും മുന്നിലേക്കുള്ളത്. അതുകൊണ്ട് തന്നെ അനാവശ്യമായിട്ടുള്ള യാത്രകളും അനാവശ്യമായിട്ടുള്ള ധനച്ചെലവ് വരുത്തുന്ന, പ്രത്യേകിച്ച് ഈ പ്രോഡക്റ്റുകളൊക്കെ മേടിക്കുന്ന ആൾക്കാർ കുറച്ചുകൂടി ശ്രദ്ധിക്കണം. അനാവശ്യമായിട്ടുള്ള ചെലവുകൾ ഈ ഒരു കാലയളവിൽ ഉണ്ടായി വരും. മാത്രമല്ല, ലക്ഷ്യബോധമില്ലാതെയുള്ള വിദേശ യാത്രകളൊക്കെ ചിലപ്പം ധനനഷ്ടത്തിന് കാരണമാകും എന്നുള്ളത് കൊണ്ട് തന്നെ പോകുന്ന ഇടത്തെക്കുറിച്ചും തൊഴിലിനെക്കുറിച്ചും പഠിച്ചിട്ട് മാത്രം കയറി പോകുക. വിനോദസഞ്ചാരവുമായിട്ട് ബന്ധപ്പെടുത്തി പോകുന്നവരും കുറച്ചുകൂടി കരുതലെടുത്തില്ലെങ്കിൽ കൂടുതലായിട്ട് ധനച്ചിലവ് വരുന്ന കാലയളവായിരിക്കും. ചിട്ടി, ലോണ് മുതലായവ ലഭ്യമാകാനും അതിൽ നിന്നുള്ള വരുമാനം ഉപയോഗിച്ച് പുതിയ പദ്ധതികൾ ചെയ്ത് അതിൽ നിന്ന് ധനമേന്മ ഉണ്ടാക്കിയെടുക്കാനും കഴിയുന്നതാണ്. പൂർവിക സ്വത്ത് ഭാഗം വച്ച് അതിൽ നിന്നുള്ള നേട്ടം അനുഭവിക്കാൻ കഴിയുന്നതാണ്. തൊഴിൽപരമായിട്ട് നോക്കുമ്പോൾ കാലം അനുഗുണമാണ്. പുതിയ തൊഴിൽ മേഖലകൾ തുറന്നു കിട്ടുന്ന കാലഘട്ടമായിരിക്കും. എന്നാൽ ബിസിനസ് ചെയ്തുകൊണ്ടിരിക്കുന്നവർ ഈ ഒരു കാലയളവിൽ ചതി വഞ്ചനകളെയൊക്കെ ഒന്ന് കരുതലോടുകൂടി ഇരിക്കണം. കൂടെ നിൽക്കുന്ന ചില വ്യക്തികൾ സമാനമായ തൊഴിൽ സൃഷ്ടിച്ചിട്ട് ഇവിടുത്തെ കുറച്ച് കസ്റ്റമേഴ്സിനെയൊക്കെ കൊണ്ടുപോകാൻ സാധ്യതയുണ്ട്. സർക്കാർ തലത്തിലേക്ക് ജോലി ആഗ്രഹിക്കുന്നവർക്ക് കാലം ഗുണകരമാണ്. പഠനത്തിന്റെ കാര്യത്തിൽ കുറച്ചുകൂടി ശ്രദ്ധ വയ്ക്കണം. നിങ്ങളുടെ ഉദാസീനത കൊണ്ട് ചിലപ്പോൾ നിങ്ങളുടെ വിജയത്തിന്റെ തോത് കുറച്ച് കുറഞ്ഞു പോകാൻ സാധ്യതയുണ്ട് എന്നുള്ളതാണ്. എന്നാൽ ലിസ്റ്റിലൊക്കെ ഉൾപ്പെട്ടിരിക്കുന്നവർക്ക് പുതിയ തൊഴിൽ നേടിയെടുക്കാൻ വലിയ താമസം ഉണ്ടാവില്ല. പോലീസ്, പട്ടാളം തുടങ്ങിയ മേഖലയിൽ തൊഴിൽ അന്വേഷിക്കുന്നവർക്കും ഗുണകരമായിട്ടുള്ള കാലാവസ്ഥയാണ്. എന്നാൽ വിദേശ രാജ്യങ്ങളിൽ പോയി തൊഴിൽ എടുക്കണമെന്ന് ആഗ്രഹിക്കുന്നവർ പോകുമ്പോൾ കുറച്ചുകൂടി ജാഗ്രത വെക്കണം.
കാര്യം ചെന്നിറങ്ങുമ്പോൾ നിങ്ങൾ ഉദ്ദേശിച്ച തൊഴിൽ കിട്ടാനുള്ള സാധ്യത തുലവും കുറവാണ്. അതുകൊണ്ട് അന്വേഷണപരതയോടുകൂടി മുന്നോട്ട് പോകുന്നതായിരിക്കും ഈ കാലയളവിൽ ഗുണം. പെൻഷനാകാൻ തയ്യാറെടുക്കുന്ന വ്യക്തികൾ തങ്ങളുടെ ജോലിയിൽ കുറച്ചുകൂടി ഗൗരവം കാണിക്കണം. കാര്യം നിങ്ങളുടെ ഇപ്പോഴത്തെ ഉദാസീനമായിട്ടുള്ള സമീപനം മൂലം തൊഴിലിൽ ചില പ്രയാസങ്ങൾ ഉണ്ടാകാനും അതുമൂലം സാലറി തടസ്സപ്പെടാനോ അല്ലെങ്കിൽ പെൻഷനുമായി ബന്ധപ്പെട്ട ചില പ്രതിസന്ധികൾ ഉണ്ടായി വരാനോ സാധ്യത കൂടുതലുണ്ട്. ആരോഗ്യപരമായിട്ട് ചിന്തിക്കുമ്പോൾ ആരോഗ്യം ഗുണകരമായിട്ട് കാണുന്നുണ്ട്. പുതിയ എക്സസൈസ്, ജീവിതശൈലി, അതിലൂടെയൊക്കെ നല്ല മാറ്റം വരുത്താൻ കഴിയുന്ന കാലയളവാണ്. പഴകിയ അസുഖങ്ങൾക്ക് പുതിയ ചികിത്സാ മാർഗങ്ങൾ കണ്ടെത്തുകയും അതിലൂടെ ആശ്വാസം നേടിയെടുക്കുകയും ചെയ്യും. എന്നാൽ മദ്യപാനം, സിഗരറ്റ് വലി തുടങ്ങിയ ദൂഷ്യങ്ങളുള്ളവർക്ക് ചില രോഗങ്ങൾ വന്നു ചേരുന്ന കാലഘട്ടം കൂടിയാണ്. അത്തരം ശീലങ്ങളിൽ നിന്ന് പരമാവധി ഒഴിഞ്ഞു വയ്ക്കാൻ ശ്രദ്ധ കൊടുക്കണം. അമിതഭാരമുള്ളവർ പുതിയ ഡയറ്റ് പ്ലാനിലൂടെ ഭാരം കുറച്ചു കൊണ്ടുവരുവാനുള്ള ശ്രമം നടത്തും. ജീവിതശൈലി രോഗങ്ങൾ വർദ്ധിച്ചു വരുന്ന കാലയളവായതുകൊണ്ട് തന്നെ ഭക്ഷണത്തിൽ നല്ല നിയന്ത്രണം കാഴ്ചവെക്കേണ്ടതുണ്ട്. കുടുംബസ്ഥിതിയുമായിട്ട് ബന്ധപ്പെടുത്തി നോക്കുമ്പോൾ കുടുംബത്തിൽ മംഗളകരമായിട്ടുള്ള കർമ്മങ്ങൾ നടക്കുവാൻ സാധ്യതയുള്ള കാലയളവാണ്. ഗൃഹസ്ഥനോ അല്ലെങ്കിൽ ഗൃഹസ്ഥന്റെ മാതാപിതാ സ്ഥാനത്തുള്ളവർക്കോ ചില ആരോഗ്യ പ്രശ്നങ്ങൾ ഉടലെടുത്തേക്കാം. ചെറിയ ആരോഗ്യ പ്രശ്നങ്ങളാണ്, പക്ഷെ അതിനെ വച്ച് വലുതാക്കി പ്രശ്നഭരിതമാക്കാതിരിക്കാൻ ഓരോ വ്യക്തികളും ശ്രദ്ധിക്കേണ്ടതാണ്. കൂർത്ത വസ്തുക്കളുമായിട്ടുള്ള ഇടപെടലുകൾ കുറച്ചുകൂടി ശ്രദ്ധിക്കണം. ശരീരത്തിൽ തുളഞ്ഞു കയറിയിട്ടുള്ള അപകടങ്ങളെ കരുതലോടുകൂടിയിരിക്കണം. രാത്രി സമയത്തുള്ള വാഹനയാത്രയിലും ശ്രദ്ധ കൊടുക്കേണ്ടതാണ്. വാഹനാപകടങ്ങൾ സംഭവിക്കാനുള്ള സാധ്യത ഉള്ള ഒരു കാലഘട്ടം പാതിരാത്രിയാണ്. അതുകൊണ്ട് തന്നെ പാതിരാത്രിയുള്ള സഞ്ചാരം പരമാവധി ചുരുക്കുകയും വേണം. ഇനി ഓരോ മാസത്തെയും വിശേഷങ്ങളിലേക്ക് വരാം. ജനുവരി മാസത്തിൽ ഏറ്റെടുക്കലുകൾ നടത്താൻ കഴിയുന്നതാണ്. പലതരം ബിസിനസ്സുകൾ മാറി മാറി ചെയ്തുകൊണ്ടിരിക്കുന്ന ആൾക്കാർക്ക് സ്ഥിരമായിട്ടുള്ള ഒരു സമ്പാദ്യ മേഖല തുറന്നു കിട്ടുന്നതാണ്. പ്രണയം വിവാഹത്തിലേക്ക് എത്തിച്ചേരുന്നതിനുള്ള സാധ്യതകൾ കാണുന്നുണ്ട്. കുടുംബ അംഗങ്ങളുമായിട്ട് വാക്കുതർക്കങ്ങളും പിരിഞ്ഞു പോകലും ഒക്കെ കാണപ്പെടുന്ന ഒരു കാലഘട്ടമാണ്. വാക്കുകളിൽ ശ്രദ്ധ കൊടുക്കേണ്ടതാണ്. സിനിമ, സീരിയൽ മേഖലകളിൽ പ്രവർത്തിക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് അതിനുള്ള അവസരം തുറന്നു കിട്ടുന്നതാണ്. അതിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന വ്യക്തികൾക്ക് നേരിയ തടസ്സങ്ങളും കാണപ്പെടുന്നുണ്ട്. ഫെബ്രുവരി മാസത്തിൽ പുതിയ സാമ്പത്തിക ചുവടുവയ്പ്പുകൾ നടത്തുന്നതാണ്. വിദ്യാർത്ഥികൾക്ക് അനുകൂലമായിട്ടുള്ള കാലാവസ്ഥയുണ്ട്. പഠനത്തിൽ കുറച്ചുകൂടി ശ്രദ്ധിക്കണം. പുതിയ ഭവനം നിർമ്മിക്കാനുള്ള ഒരുക്കങ്ങൾ ആരംഭിക്കാൻ ഈ മാസക്കാലയളവ് കൊള്ളാവുന്നതാണ്. ആരോഗ്യപരമായിട്ടുള്ള കാര്യത്തിൽ കുറച്ചുകൂടി ശ്രദ്ധ വയ്ക്കേണ്ടതാണ്. നായ്ക്കളിൽ നിന്നോ പൂച്ചകളിൽ നിന്നോ ഉള്ള ആക്രമണം കരുതിയിരിക്കണം. മാർച്ച് മാസത്തിൽ ടാക്സുമായി ബന്ധപ്പെട്ട ചില പ്രശ്നങ്ങൾ ഉടലെടുക്കാൻ സാധ്യതയുണ്ട്. ബിസിനസ്സുകാർ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാലയളവാണിത്. പുതിയ തൊഴിൽ മേഖലയിൽ നേട്ടം കൈവരിക്കാൻ കഴിയുന്നതാണ്. ബിസിനസ്സുകാർക്ക് ബിസിനസ് വിപുലപ്പെടുത്താനുള്ള സാധ്യതകൾ തെളിഞ്ഞു കിട്ടും. ആരോഗ്യപരമല്ലാത്ത ബന്ധങ്ങളിൽ നിന്ന് അപമാനം ഉണ്ടായി വരാൻ സാധ്യതയുണ്ട്. പുതിയ മേഖലയിലൂടെ കീർത്തി വർദ്ധിപ്പിക്കാൻ കഴിയുന്നതാണ്. ഏപ്രിൽ മാസത്തിൽ വിദ്യാർത്ഥികൾക്ക് പഠന പുരോഗതി കൈവരിക്കാൻ കഴിയുന്നതാണ്. ഉപരിപഠനത്തിനുള്ള അവസരം തുറന്നു കിട്ടുന്നതാണ്. ചില അലർജി രോഗങ്ങൾ ഈ കാലയളവിൽ പ്രത്യക്ഷപ്പെട്ടേക്കാം. ദീർഘകാലമായിട്ട് അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന രോഗങ്ങൾക്ക് പുതിയ ചികിത്സയിലൂടെ കുറച്ചൊരു ആശ്വാസം ലഭിക്കുന്ന കാലയളവാണ്. സമ്മാനാദികൾ ലഭിക്കാൻ യോഗമുണ്ട്. പുതിയ കാഴ്ചപ്പാടിലൂടെ ജീവിതത്തെ കുറച്ചുകൂടി ശ്രേഷ്ഠമാക്കാൻ ശ്രമിക്കുന്നതാണ്. മെയ് മാസത്തിൽ ദീർഘദൂര യാത്രകൾക്ക് അവസരമുണ്ട്. പൊതു തിരഞ്ഞെടുപ്പുകളിൽ വിജയം കൈവരിക്കാൻ കഴിയുന്നതാണ്. ഉത്തരവാദിത്വപ്പെട്ട മേഖലകളിൽ പ്രവർത്തിക്കാൻ കഴിയുന്നതാണ്. ആരോപണങ്ങളിൽ നിന്ന് കഷ്ടിച്ച് രക്ഷപ്പെട്ടു പോരുന്നതാണ്. ജൂൺ മാസത്തിൽ വിദ്യാഭ്യാസ സംബന്ധമായ ചില പ്രതിസന്ധികൾ ഉടലെടുക്കുന്നതാണ്. കൃത്യമായ ടേംസ് ആൻഡ് കണ്ടീഷൻസ് ഒന്നും നോക്കാതെ ധനം കൈമാറ്റം ചെയ്യുന്നത് കടം വർദ്ധിപ്പിക്കുന്നതിന് കാരണമാകും. അനാവശ്യമായിട്ടുള്ള ഉത്തരവാദിത്വങ്ങൾ ഏറ്റെടുക്കുന്നത് മാനസികമായിട്ട് കുറച്ച് പ്രയാസങ്ങൾക്ക് കാരണമാകും. ആരോഗ്യപരമായിട്ടുള്ള കാര്യങ്ങളിൽ കുറച്ചുകൂടി ശ്രദ്ധ പുലർത്തണം. ജൂലൈ മാസത്തിൽ സമ്മാനാദികൾ കിട്ടാൻ യോഗമുണ്ട്. പുതിയ പരിചയക്കാരിലൂടെ നേട്ടം കൈവരിക്കാൻ കഴിയുന്നതാണ്. വക്രബുദ്ധികൾ കാണിക്കുന്നത് സമൂഹത്തിൽ ഒറ്റപ്പെടാൻ കാരണമാകും. കണ്ണുകളുമായി ബന്ധപ്പെട്ട ചില പ്രശ്നങ്ങൾക്ക് കാരണമുണ്ട്. ഓഗസ്റ്റ് മാസത്തിൽ കുടുംബത്തിനകത്ത് മംഗളകർമ്മങ്ങൾക്ക് സാധ്യത കാണുന്നുണ്ട്. വാഹനങ്ങൾ മേടിക്കാനുള്ള യോഗം, ഇലക്ട്രോണിക് ഉപകരണങ്ങൾ സ്വന്തമാക്കാനുള്ള അവസരം മുതലായവ കാണുന്നുണ്ട്. ഇഷ്ടഭോജനം ഈ ഒരു കാലയളവിൽ ഉണ്ടായി വരുന്നതാണ്. സെപ്റ്റംബർ മാസത്തിൽ വിദേശത്തേക്ക് പോകാൻ ആഗ്രഹിക്കുന്നവർക്ക് അതുമായി ബന്ധപ്പെട്ട് ഗുണപരമായിട്ടുള്ള കാലാവസ്ഥയുണ്ട്. പക്ഷേ പഠനവുമായി ബന്ധപ്പെട്ട് പോകുന്നവർ കുറച്ചുകൂടി ജാഗ്രത പുലർത്തണം. നിങ്ങൾ ഉദ്ദേശിക്കുന്ന തരത്തിലുള്ള യൂണിവേഴ്സിറ്റികളിലോ മറ്റോ അഡ്മിഷൻ കിട്ടാൻ സാധ്യത കുറവാണ്. മാത്രമല്ല നിങ്ങൾ ഉദ്ദേശിക്കുന്നത് ചിലപ്പോൾ തെറ്റായിട്ട് മാറാനും സാധ്യതയുണ്ടെന്ന് പറയുന്നുണ്ട്. അവസരത്തിന് ഒത്ത് ഉയരാനുള്ള കഴിവില്ലായ്മ കൊണ്ട് തന്നെ ചിലയിടങ്ങളിൽ തിരിച്ചടി നേരിടേണ്ടുന്ന കാലയളവും കൂടിയായിരിക്കും ഇത്. മാസാവസാന വാരത്തിൽ കാര്യങ്ങളിൽ പുരോഗതി കൈവരിക്കാൻ കഴിയുന്നതാണ്. മനസമാധാനത്തിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ അവലംബിക്കുന്നതാണ്. ഒക്ടോബർ മാസത്തിൽ അനാവശ്യമായിട്ട് പുരുഷ സ്ത്രീകൾ തമ്മിൽ തർക്കിക്കാൻ കാരണമുണ്ട്.
അധ്യാപകർ, കൃഷി മുതലായ മേഖലയിൽ പ്രവർത്തിക്കുന്നവർ കുറച്ചുകൂടി തങ്ങളുടെ മേഖലകളിൽ ശ്രദ്ധ പുലർത്തണം. ആരോഗ്യപരമായിട്ടുള്ള മത്സരങ്ങൾ ഈ ഒരു കാലയളവിൽ ഗുണകരമാകും. സർക്കാർ തലത്തിൽ നിന്നുള്ള ആനുകൂല്യങ്ങൾ ലഭ്യമാകുന്നതാണ്. നവംബർ മാസത്തിൽ കീർത്തി വർദ്ധിച്ചു വരുന്നതാണ്. എഴുത്തുകാർ, സംഗീതജ്ഞർ മുതലായവർക്ക് ആദരവ് ലഭിക്കുന്നതാണ്. വാഹനങ്ങൾ സൂക്ഷിച്ച് കൈകാര്യം ചെയ്യേണ്ടുന്ന ഒരു കാലയളവാണിത്. തൊഴിലിൽ അഭിവൃദ്ധി ഉണ്ടായി വരുന്നതാണ്. ദീർഘദൂരത്തുള്ള സ്ഥലങ്ങളിൽ സന്ദർശനം നടത്താനോ ക്ഷേത്രങ്ങളിൽ തൊഴാനുള്ള അവസരമോ ലഭ്യമാകുന്നതാണ്. ഡിസംബർ മാസത്തിൽ പരീക്ഷകളിൽ വിജയം കൈവരിക്കാനും പുതിയ കൂട്ടുകാരിൽ നിന്ന് അനുമോദനങ്ങളും അവരുടെ സഹായവും ലഭ്യമാകുന്നതിനും പൊതുരംഗത്ത് ശോഭിക്കുവാനും കൃഷിഭൂമി വാങ്ങാനുള്ള അവസരവും വീട് പണി തുടങ്ങുവാനുള്ള അവസരവും വീട് പണി ഒരു ഘട്ടത്തിൽ നിർത്തിവെച്ചവർക്ക് ഈ ഒരു കാലയളവിൽ പുനരാരംഭിച്ച് പൂർത്തിയാക്കാനുള്ള ഒരു അവസരവും തുറന്നു കിട്ടുന്നതാണ്. 2026 പൊതുഫലങ്ങളാണ് ഇതുവരെ പറഞ്ഞത്. ഇനി ഇതിന്റെ ദോഷങ്ങൾ കുറച്ചുകൊണ്ടുവരുവാനും നേട്ടങ്ങൾ വർദ്ധിപ്പിക്കാനുള്ള ചില പരിഹാര നിർദ്ദേശങ്ങൾ കൂടി പറയാം. ദേവീക്ഷേത്രത്തിൽ മാസത്തിലെ അവസാനത്തെ വെള്ളിയാഴ്ച ചുവന്ന ഹാരം ചാർത്തുകയും രക്തപുഷ്പാഞ്ജലി കഴിപ്പിക്കുകയും ചെയ്യുന്നത് ഏറെ ഗുണകരമാണ്. മഹാമൃത്യുഞ്ജയ യന്ത്രം യഥാവിധി തയ്യാറാക്കി കഴുത്തിൽ അണിയുക. കൃഷ്ണന് തുളസിയിലകൾ കൊണ്ട് ഭാഗ്യസൂക്ത പുഷ്പാഞ്ജലി മാസത്തിലെ അവസാന വ്യാഴാഴ്ചകൾ തോറും നടത്തുക. ഗൃഹത്തിൽ അഷ്ടലക്ഷ്മി പൂജ കഴിപ്പിക്കുക. ഗായത്രി മന്ത്രം നിത്യവും ഉരുവിടുക. ഇത്രയുമാണ് 2026 പൊതുവായിട്ടുള്ള പരിഹാര നിർദ്ദേശങ്ങൾ. നിങ്ങളുടെ ജാതകത്തെ മാത്രം കേന്ദ്രീകരിച്ച് 2026 വർഷത്തെക്കുറിച്ച് കൂടുതൽ ഡീറ്റെയിൽ ആയിട്ട് അറിയാൻ വേണ്ടിയിട്ട് ഉത്തമനായിട്ടുള്ള ഒരു ആസ്ട്രോളജറെ സമീപിക്കുന്നത് നിങ്ങൾക്ക് ഈ വർഷത്തെക്കുറിച്ച് നല്ല വ്യക്തത നൽകുവാൻ ഇടയാക്കും. ഇതിൽ കാണുന്നത് എൻ്റെ വാട്സപ്പ് നമ്പറാണ്. ജ്യോതിഷ സംബന്ധമായതും പൂജാ സംബന്ധമായതുമായ അപ്പോയിൻമെന്റിന് വേണ്ടിയിട്ടാണ് ഇത് നൽകിയിരിക്കുന്നത്. നേരിട്ട് വിളിച്ചു കഴിഞ്ഞാൽ കിട്ടുകയില്ല. നിങ്ങളുടെ പേര്, നിങ്ങളുടെ സ്ഥലം ഇവ രേഖപ്പെടുത്തി വാട്സപ്പിലൂടെ മെസ്സേജ് ചെയ്യുക. അപ്പോൾ അഡ്മിൻ ഒരു മാർഗ്ഗനിർദ്ദേശം അയച്ചു നൽകുന്നതാണ്. ആ മാർഗ്ഗനിർദ്ദേശം അനുസരിച്ച് അപ്പോയിൻമെന്റ് എടുത്തിട്ട് വിളിക്കാവുന്നതാണ്. നമ്മളിപ്പോൾ ഒരു സ്റ്റോർ യൂട്യൂബിൽ ആരംഭിച്ചിട്ടുണ്ട്. ഹൈന്ദവ ധർമ്മം അനുസരിച്ച് ജീവിക്കുന്നവർക്ക് പൂജാ കാര്യങ്ങളുമായിട്ട് ബന്ധപ്പെട്ട ചില കാര്യങ്ങളൊക്കെ മേടിക്കണമെന്നുണ്ടായിരിക്കും. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങൾ നിങ്ങൾക്ക് ഓൺലൈനായിട്ട് എടുക്കാൻ പറ്റുന്ന ഒരു സ്റ്റോറാണിത്. താല്പര്യമുള്ളവർക്ക് അതിൽ പോയിട്ട് അതിൻ്റെ വിലയൊക്കെ നോക്കിയിട്ട് നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ അതിൽ നിന്ന് മേടിക്കാവുന്നതാണ്. ഇങ്ങനെ നോക്കിയാൽ മതിയാകും. അപ്പം മറ്റൊരു വീഡിയോയിൽ മറ്റൊരു വിശേഷവുമായിട്ട് വീണ്ടും കണ്ടുമുട്ടും വരെ എല്ലാവർക്കും നമസ്കാരം. നിങ്ങളുടെ സ്വന്തം RJ അയ്യർ, ഹരിചന്ദ്ര മഠം. നമസ്തേ.